ആൻഡ് ഡ്രൈവ്. ഇന്ന് ഒരു പനീറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പനീർ മസാലയാണ് ഉണ്ടാക്കുന്നത്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് ചൂടായ പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായതിന് ശേഷം നമുക്ക് പനീർ ക്യൂബ്സ് ആക്കിയത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 200 ഗ്രാമിൻ്റെ പനീറാണ്. ഇത് നമുക്കൊന്ന് ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, വല്ലാണ്ട് ഇട്ട് ഇളക്കിയാൽ അത് പൊട്ടണ്ട. അങ്ങനെ നമ്മളെ പനീറായിട്ടുണ്ട്. ഒന്ന് ഇങ്ങനെ ഇതേപോലെ ആയാൽ മതി. ഇത് നമുക്ക് കോരി മാറ്റാം. ബട്ടറിലിട്ടാൽ നല്ല ഒരു ടേസ്റ്റാണ് പനീറിന്. നമുക്കിത് മുഴുവനും കോരി മാറ്റാം. അതേ പാനിലേക്ക് തന്നെ നമുക്ക് ഒരു ചെറിയ സവാള ഇങ്ങനെ സ്ലൈസ് ആക്കിയതും ഒരു ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് നമുക്കൊന്ന് ഇതേപോലെ വാട്ടി എടുക്കാം. അല്ലാണ്ട് നല്ലോണം വാടണ്ട, നല്ലോണം ഒന്ന് ഒരുവിധം ഒന്ന് വാട്ടിയെടുക്കാം. ഇത് രണ്ടും വാടിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കോരി മാറ്റാം. അതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ചും കൂടി ബട്ടർ ഇട്ട് കൊടുക്കാം. നമുക്ക് 2 ബേ ലീഫ് ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ചിട്ട് കൊടുത്താൽ മതി. ചെറിയൊരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. 2-3 കരയാമ്പ് ഇട്ട് കൊടുക്കാം. ഒരു 4 ഏലക്കായയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വാട്ടിയെടുക്കാം. ഒരു 2 സവാള അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5-10 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി കഷ്ണാക്കിയത് ഇട്ടതാണ്. ചെറിയൊരു കഷ്ണമാണ്, അത് ഞാനിങ്ങനെ മുറിച്ചിട്ടതാണ്. ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വാട്ടിയെടുക്കാം. ഒരു 2 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 വറ്റൽമുളക് കുറച്ച് നേരം നമ്മൾ കുതിർത്ത് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഒരു 10-12 കാഷ്യൂനട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. അതൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒന്ന് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് നന്നായി പേസ്റ്റാക്കി എടുക്കാം. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി പാനിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽറ്റായതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് വാട്ടിയെടുക്കാം. ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം, പിന്നെ നെയ്യും ഉപയോഗിക്കാം കേട്ടോ. ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ കുറേശ്ശേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇതിൽ നമ്മൾ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്, കുരുമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എരിവ് ഉണ്ടാവും. ഇനി നമ്മളതിലേക്ക് അരച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. അത് നല്ലോണം വഴറ്റിയെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അതും കൂടി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം തിളയ്ക്കണം. ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഞാനിതിൽ നമ്മൾ ഉപ്പിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം തിള വന്നു. ഇനി നമുക്ക് വറുത്ത് വെച്ച പനീർ ഇട്ട് കൊടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ക്യാപ്സിക്കവും സവാളയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം അത് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ഇടുന്നത് കസൂരി മേത്തിയാണ്. അതാണ് ഇതിൻ്റെ ഫ്ലേവർ. അതൊന്ന് നല്ലോണം ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പനീർ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ, ദോശയുടെ, പൊറോട്ടയുടെ കൂടെ, ചോറിനും ഒക്കെ കഴിക്കാവുന്ന ഒരു പനീർ മസാലയാണ്. നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പും എല്ലാം പാകമാണ്. എല്ലാവരും ഒന്ന് പനീറൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്